ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചോക്കോ ലാവ കേക്കാണ് കേട്ടോ. വെറും 4 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓവനോ ബീറ്ററോ മൈദയോ കൊക്കോ പൗഡറോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊട്ടിക്കണ്ടേ മോളെ? ഇത് ആദ്യം പൊട്ടിക്കണം. അപ്പോൾ ഇന്ന് മോളാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഇനി ഒറിയോ ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പൊട്ടിച്ചിട്ട് എടുക്കണേ. എന്നാലേ കുറച്ച് വേഗം ഇങ്ങനെ പൊടിയുള്ളൂ അല്ലേ? പൊടി ഇങ്ങനെ കട്ടയാവൂലേ പൊടികളൊക്കെ. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ എന്താ ഇതിലേക്ക് വേണ്ട മോളെ? ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരു കപ്പ് പാല് മുഴുവൻ വേണ്ടി വരില്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3/4 കപ്പോളം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ തന്നെ ആയല്ലോ. ആയിക്കണല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള ബാറ്ററിൻ്റെ പരിപാടി. ഇനി ടിന്നെടുക്കും മോളെ. ഇതാ ടിന്ന്. ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം അല്ലേ? പകുതി വേണ്ട, വേണോ? പകുതി വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതിയേ? ഇത്ര മതി. ബാക്കി അല്ലെങ്കിൽ മേലെ ഒഴിച്ചു കൊടുക്കാനുണ്ടാവും. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ലാവാക്കാൻ വേണ്ടി കണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ സിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കവറിന്ന് വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. സൈഡിലേക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3 പാക്കറ്റ് ഡയറി മിൽക്ക് സിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിലേക്ക് ആവാതെ ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓവനില്ലാതെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടിന്ന് ഇറക്കി വെക്കുന്നത്. കഴിച്ചോ? അത് മെല്ലെ കൈ പൊള്ളു അല്ലെങ്കിൽ മേലെ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് വെച്ച് കൊടുത്താൽ മതി സമയം. അപ്പോൾ 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലാവൊക്കെ ചിലപ്പം തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ലാവ കേക്കൊക്കെ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതായിരിക്കും ടേസ്റ്റ്. നമുക്ക് അടിയിലുള്ള ഈ ബട്ടർ പേപ്പറും സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കേക്കിനെ കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചോക്കോ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ.